നമസ്തേ. മനുഷ്യ ശരീരത്തേക്ക് ഊർജം പ്രദാനം ചെയ്യുന്ന പവർഫുള്ളായിട്ടുള്ള രണ്ട് ഗ്രഹങ്ങൾ, സൂര്യനും ചൊവ്വയും അവയുടെ രത്നങ്ങളും. അറിയാം രത്നശാസ്ത്രയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം. നമസ്കാരം. നമ്മൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് ചർച്ച ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് മേടലഗ്നം. അതിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് ഗ്രഹങ്ങളും അവയുടെ രത്നങ്ങളുടെ പ്രത്യേകതകളും ഉപയോഗങ്ങളാണ് നമ്മുടെ ചർച്ച. സംശയം ആൾക്കാർക്കുള്ളത് കൊണ്ട് ഇത് തീർക്കാൻ പറ്റുന്നില്ല. മേടലഗ്നം ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ നോക്കിയിട്ട് തീരുന്നില്ല. അത് ഇങ്ങനെ എപ്പിസോഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വളരെ പവർഫുൾ ആയിട്ടുള്ള ലഗ്നവുമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന രണ്ട് ഗ്രഹങ്ങളും അവയുടെ രത്നങ്ങളൊക്കെ പറയുമ്പം ധാരാളം വിവരങ്ങളുണ്ട്, ധാരാളം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനുമുണ്ട്, ധാരാളം വിവരങ്ങൾ പങ്കുവയ്ക്കാനുമുണ്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ കോമൺ ആയിട്ട് മേടലഗ്നക്കാർക്ക് ഉപയോഗിക്കുന്ന രത്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടുകേഴ്വിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ മേടലഗ്നമാണോ വ്യാഴത്തിൻ്റെ കല്ല് ഉപയോഗിക്കാട്ടോ, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ രത്നം കോമൺ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു പലരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് എത്രത്തോളം ശരിയായിട്ടുള്ളൊരു അല്ല, അത് കോമൺ ആയിട്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനോ എടുക്കാനോ പാടില്ല. മേടലഗ്നം ആയതുകൊണ്ട് എനിക്ക് വേടത്തിൻ്റെ സ്റ്റോൺ വേണമെന്ന് പറഞ്ഞു വരുന്നവരും വേടത്തിൻ്റെ സ്റ്റോൺ സജസ്റ്റ് ചെയ്തിട്ട് അത് വാങ്ങാൻ വരുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ശരിക്കും അതിനെക്കുറിച്ച് അവർ വരുന്നവർ ചിലപ്പോൾ എൻ്റെ അടുക്ക വന്നിട്ട് ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണെങ്കിൽ ഞാനത് റീചെക്ക് ചെയ്ത് നോക്കും. അല്ലാത്ത വരുന്ന നേരിട്ട് വന്ന് വാങ്ങുന്നവർ വാങ്ങും. കാരണം നമ്മൾ ഒരാൾ കുറിച്ച് കൊടുത്ത് വിട്ടത് നമ്മൾ തിരുത്തി കൊടുക്കുന്നത് ശരിയല്ല എന്നൊരു ചിന്താഗതിയും കൂടെ എനിക്കുണ്ട്. അപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ ഡെഫിനറ്റ്ലി അത് നോക്കും. അത് ചെക്ക് ചെയ്ത് അപ്പം നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു, ഈ ജെം സ്റ്റോൺസിൻ്റെ ആക്ടിവേഷനാണ് വരുന്നത്. അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഒരു അത്ഭുത പ്രവർത്തികളും സ്റ്റോൺ അവിടെ ചെയ്യുന്നില്ല. നമ്മളൊരു രത്നം ധരിച്ചാൽ ആ രത്നം ഏത് ഗ്രഹമായിട്ടാണോ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ആ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഊർജ്ജം നമ്മളുടെ ബോഡിയിലോട്ട് കടത്തിവിടും. അതാണ് രത്നം അല്ലെങ്കിൽ രത്നശാസ്ത്രം എന്ന് പറയുന്നത്. അതിനൊരു പവർ, ആ രത്നങ്ങൾക്കെല്ലാം ആ ഒരു ശക്തിയും മെഡിസിനൽ വാല്യൂ ഒക്കെ ഉള്ളത് കൊണ്ടാണ് രസരത്ന സമുച്ചയം പോലുള്ള ഗ്രന്ഥങ്ങളിൽ രത്നങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളതും അതിൻ്റെ ഭസ്മങ്ങൾ മനുഷ്യ ശരീരത്തിലേക്ക് ഊർജത്തിനും രോഗവിമുക്തിക്കും എല്ലാത്തിനും ഉതകത്തക്ക രീതിയിലുള്ള പവളഭസ്മങ്ങൾ, ഹീരക് ഭസ്മങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. അത് വെറുതെയല്ല, അതൊക്കെ 10-13 നൂറ്റാണ്ടിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വാഗ്ഭടൻ എഴുതിയിട്ടുണ്ട്. അപ്പം രത്നങ്ങൾക്ക് ഒരു പവർ ഉണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ്. ഇന്നും നമുക്ക് ആർക്കും സംശയം ഉണ്ടെങ്കിലും ഗൂഗിൾ കയറിയിട്ട് നമുക്ക് ഹീരക് ഭസ്മം, പവളഭസ്മം എന്ന് പറഞ്ഞാൽ പവിഴത്തിൻ്റെ ഭസ്മം, അത് പ്രത്യേക രീതിയിൽ സ്ഫുടം ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണത്. അല്ലാതെ അത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒന്നുമല്ല. അതിന് ഒരുപാട് മിഷനറി വേണം, ഒരുപാട് തല വേണം, ശ്രദ്ധ വേണം. കാരണം ഇതെല്ലാം ഈ രത്നങ്ങളും മെറ്റൽസും നമ്മൾ അത് സ്ഫുടം ചെയ്തെടുക്കുമ്പോൾ അതൊരു പോയിസണിലേക്കും മാറാം. അത്രത്തോളം സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഹീരക് ഭസ്മം, ഡയമണ്ടിൻ്റെ ഭസ്മം ഒക്കെ സെക്ഷുവൽ വൈറ്റാലിറ്റിക്കൊക്കെ കൊടുക്കുന്നതാണ്. അപ്പം പറഞ്ഞു വന്നത് രത്നങ്ങൾക്ക് പവറുണ്ട്. ആ രത്നങ്ങൾ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഗ്രഹങ്ങളും മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുന്നത്, അത് പരസ്പരം ലിങ്കായിട്ടാണ് ഇത് മൂന്നും നിൽക്കുന്നത്. അപ്പോൾ രത്നം നമ്മൾ ധരിക്കുമ്പോൾ ആ പർട്ടിക്കുലർ പ്ലാനറ്റ് നമ്മുടെ ബോഡിയിലേക്ക് ആക്ടിവേറ്റഡ് ആവുകയോ ചെയ്യുന്നത്. ആക്ടിവേഷൻ സമയത്ത് ഇത് നെഗറ്റീവായിട്ടുള്ളൊരു പൊസിഷനിലാണെങ്കിൽ അത് നെഗറ്റീവ് ആക്ടിവേഷനേ വരത്തുള്ളൂ. ഇപ്പം മേടലഗ്നക്കാർക്ക് ആയ ഒരാൾക്ക് വ്യാഴത്തിൻ്റെ കല്ല് നമ്മൾ സജസ്റ്റ് ചെയ്യണമെങ്കിൽ വ്യാഴം അവിടെ ഒരു പോസിറ്റീവ് ആയിരിക്കണം. ഐദർ വ്യാഴം ലഗ്നത്തിൽ നിൽക്കണം, വ്യാഴലഗ്നത്തിൽ, അല്ലെങ്കിൽ വ്യാഴം സെക്കൻഡ് ഹൗസിലൊക്കെ നിൽക്കാം, തേർഡ് ഹൗസിലൊക്കെ നിൽക്കാം, 4th ഹൗസിൽ ഉച്ചത്തിൽ നിൽക്കാം, 9th ഹൗസിൽ ധനുവിൽ നിൽക്കാം. നല്ല പൊസിഷൻസ് അത്. ഈവൻ 12th ഹൗസിൽ മീനത്ത് നിന്നാൽ പോലും നമുക്ക് അതിൻ്റെ സ്റ്റോൺ നമുക്ക് കൊടുക്കാം.
അതേസമയം ഒരു കാരണവശാലും അത് മകരത്തിൽ നീചപ്പെട്ട് നിൽക്കുമ്പോഴോ 8th ഹൗസ് എന്ന് പറയുന്നത് വൃശ്ചികത്തിൽ നിൽക്കുമ്പോഴോ 7th ഹൗസ് എന്ന് പറയുമ്പോൾ തുലാത്തിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ 6th ഹൗസ് എന്ന് പറയുന്ന കന്നിയിൽ നിൽക്കുമ്പോഴോ ഈ കല്ല് നമുക്ക് ഓപ്പോസിറ്റായിട്ടേ വർക്ക് ചെയ്യത്തുള്ളൂ. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തുകൊണ്ട് ആയിരിക്കും. ആൾക്കാരത് ഭാഗ്യക്കുറവാണ്, ഭാഗ്യക്കുറവ് സാറേ എനിക്ക് ഭാഗ്യക്കുറവുള്ളത് ഒരു പുഷ്യരാഗം ധരിക്കാൻ ഒരാൾ പറഞ്ഞു. അത് നോക്കുമ്പോൾ ഭാഗ്യാധിപനായിരിക്കുന്ന വേഴ എട്ടി നിൽക്കുക. നമുക്ക് കൃത്യമായിട്ട് ചോദിക്കാം, നിങ്ങൾക്ക് യൂറിനറി പ്രോബ്ലംസ് ഉണ്ടോ, കിഡ്നി സ്റ്റോൺ ഉണ്ടോ? കിഡ്നി സ്റ്റോൺ ഉണ്ട്. കാരണം 8th ഹൗസിൽ എന്ന് പറയുന്നത് വൃശ്ചികം എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡമൽ ലോവർ അബ്ഡമൽ പോർഷനിൽ വ്യാഴം നിന്നാൽ നമുക്ക് ഈ സ്റ്റോൺ പോലെ കിഡ്നി സ്റ്റോൺ പോലുള്ള കാര്യങ്ങൾ വരാൻ ചാൻസസ് ആണ്. യൂറിനറി പ്രോബ്ലംസ് വരാം, കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരാം. അതിൻ്റെ കല്ലൂടെ ഇട്ടാലോ അതൊന്നുകൂടെ മോശമാവും, വഷളാകത്തേ ഉള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾക്ക് പരിഹാരങ്ങളില്ല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ധനു ലഗ്നവും 8ൽ ചന്ദ്രനും നിൽക്കുന്നത്. 8ൽ സ്വക്ഷേത്രമായിട്ട് ചന്ദ്രൻ നിൽക്കുക 8th ഹൗസിൽ. എന്നെ അലട്ടുന്ന എപ്പോഴും ഉണ്ടായിരുന്നത്, പണ്ട് മുതലേ ഉണ്ടായിരുന്നത്, എനിക്ക് സൈനസ് പ്രോബ്ലം ഉണ്ടാവും, സൈനസൈറ്റിസ്. ധനു ലഗ്നത്തിൻ്റെ 8th ഹൗസിൽ ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രൻ 8th ഹൗസിൽ നിൽക്കുന്നത് ഓൺ ക്ഷേത്രത്തിൽ നിൽക്കുക. എന്നിട്ടും ആ സൈനസ് പ്രോബ്ലം എനിക്ക് വിടുന്നില്ല. ഞാൻ ആദ്യകാലങ്ങളിൽ പേൾസോ മൂൺസ്റ്റോണും മാറി ഇട്ട് നോക്കി. ഞാൻ തകർന്ന് തരിപ്പണമായിപ്പോയി ആ ഉപയോഗിച്ച സമയത്തെല്ലാം. ഉള്ളില്ല, അതിട്ട് എൻ്റെ സൈനസ് മാറ്റാൻ പറ്റില്ല. ഞാൻ പിന്നെ അതിനകത്തൊരു യോഗയും പ്രാണായാമവും ഹോമിയോ മെഡിസിൻസും അങ്ങനെയുള്ള പലതും ചെയ്ത് വർക്കൗട്ടുകളും ചെയ്ത് എനിക്ക് സൈനസ് പ്രോബ്ലം ഇല്ല. വിറ്റമിൻ സി ഒക്കെ നമ്മൾക്ക് സപ്ലിമെൻറ്റ്സും ഒക്കെ എടുക്കുകയും ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസുകളും ചെയ്ത് അത് വേക്കപ്പായി. എന്നാൽ പിന്നെ എനിക്ക് നമ്മുടെ ചുറ്റും കല്ലുകളാണ് ഉള്ളത്. ഷോപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരെണ്ണം എടുത്ത് ഇട്ടാൽ പോരെ, ഇടാൻ പറ്റുമോ? ഞാൻ ഇടുന്നത് റൂബി മാത്രമാണ്. എൻ്റെ സൂര്യൻ എക്സോൾട്ടഡ് ആണ്. മേടത്തിൽ ഭാഗ്യാധിപൻ ധനുലഗ്നം ഭാഗ്യം തരേണ്ട ഇത് ഹൗസ് എന്ന് പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങത്തിൻ്റെ അധിപൻ പോയി എക്സോൾട്ടഡ് ആയിട്ട് നിൽക്കുന്നത് മേടത്തിലാണ്. മേടം 10ാം തീയതിക്കുള്ളിൽ ഞാൻ ജനിച്ചത്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് എക്സോൾട്ടഡ് ഉണ്ട്. ഇപ്പോൾ റൂബി രക്തം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വന്നിരുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരം ഇല്ല, അല്ലെങ്കിൽ ഇല്ല എല്ലാത്തിനും ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ചില കാര്യങ്ങൾ നമുക്ക് ആ ബർച്ചാട്ട് കാണുമ്പോൾ അറിയാം ഇത് കാര്യത്തിന് പരിഹാരമില്ല, ഇന്നതിനുണ്ട്. രക്തങ്ങളെല്ലാത്തിനും പരിഹാരം അല്ല. നിങ്ങളൊരു രക്തം വാങ്ങി തരിച്ച് നമ്മുടെ ഡെസ്റ്റിനി നമുക്ക് മാറ്റിമറിക്കാനൊന്നും പറ്റില്ല. പക്ഷേ പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് പോസിറ്റീവായിട്ട് ഫലം തരുന്ന എന്തെങ്കിലും ഘടകങ്ങൾ എല്ലാ വ്യക്തികളിലും കാണും. എല്ലാം നെഗറ്റീവ് ആകണമെന്നില്ല, ഒരു 99% കാണും. ആ പോയിൻ്റ്, ആ പോസിറ്റീവ് പോയിൻ്റ് ഏതാണ്, അത് ഏത് പ്ലാനറ്റാണ്, അതെങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ബലം, നമ്മൾ സൂക്ഷ്മമായിട്ട് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റോൺ കൊടുത്താൽ ആ ഭാഗം റിസൾട്ട് വരും. ഇപ്പോൾ കരിയർ ഏറിയയിൽ ആണ് നല്ല പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുന്നത്. അതേസമയം പാർട്ട്ണർ, അതായത് ഹസ്ബൻഡ് അല്ലെ വൈഫ്, പാർട്ട്ണർ, മാരേജുമായിട്ട് കണക്റ്റഡ് ആയിട്ട് റോങ് പ്ലാൻസ് ആണെങ്കിൽ തൊടാൻ പറ്റില്ല. അത് അനുഭവിച്ച് തന്നെ തീരണം. അതേസമയം കരിയർ ഡെവലപ്പ് ചെയ്ത് ആ വഴിക്ക് കൊണ്ടുപോകാം. കുറേ കാലം കഴിയുമ്പം ഇതിനെല്ലാം സൊല്യൂഷൻ വരും. ഇത് സൊല്യൂഷൻ തരും ഇത്. കാരണം ഇത് പഴയ ബർത്തിൽ നിന്ന് ഞാൻ പറയുന്നതല്ല കേട്ടോ. വ്യാസൻ, വസിഷ്ഠൻ, പരാശരൻ ഇങ്ങനെയുള്ള അന്നത്തെ ഋഷീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹോരാശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത് ഇത് അനുഭവിച്ച് തീരണം, അനുഭവിച്ച് തന്നെ തീരണം. ജന്മ പ്രാരാബ്ദങ്ങൾ അനുഭവിച്ച് തീരുമ്പോൾ നമുക്കതിനുള്ള ഒരു സൊല്യൂഷൻ വരും, കിട്ടും. അല്ലാതെ എല്ലാ കാലവും ഇങ്ങനെ പോകത്തില്ല. ഇപ്പോൾ 7th ഹൗസിൽ ചലഞ്ചസ് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിക്ക് ആ കുറച്ച് കാലഘട്ടങ്ങൾ ആ പീരീഡുമായിട്ട് മുന്നോട്ട് പോയിട്ട് അതിന് ചിലപ്പോൾ ഒരു നല്ല ലൈഫിലേക്ക് വരാൻ ഉള്ള തക്കവണ്ണമുള്ള കാര്യം. കാരണം പഴയ ബർത്തിലെ ഡ്യൂസ് അടച്ചവിടെ അടച്ചുകൊണ്ടിരിക്കുക നമ്മൾ. ഫൈനാണ്. ഈ ഫൈൻ അടച്ച് തീരുമ്പോൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഫൈൻ ഇല്ലല്ലോ. അപ്പം നല്ല ലൈഫിലേക്ക് കയറി വരും. അവിടെ നമുക്ക് സ്റ്റോണുകളൊന്നും ഒരു പരിഹാരം ഇല്ലല്ലോ. വളരെ റോങ് പ്ലാനറ്റ് നിൽക്കുന്ന ഈ 7th 8th ഹൗസ്
6th ഹൗസ്, ഇതിലൊക്കെ ഗ്രഹങ്ങൾ നിന്ന് അതിൻ്റെ ഒന്നും 6th ഹൗസിൽ റോങ് പ്ലാനറ്റ് നിൽക്കുന്ന ശാരീരികമായ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിരിക്കും. അതിന് നമുക്ക് ആ 6th ഹൗസിലെ പ്ലാനറ്റ് നിൽക്കുന്ന പ്ലാനറ്റിൻ്റെ കല്ലിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റത്തില്ലെന്ന് നോക്കണം. അല്ലാതെ എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ, ലഗ്നാധിപൻ നല്ലതാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിനാണ് നമ്മൾ കല്ല് കൊടുക്കുന്നത്. ആളെ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് പ്ലാനറ്റാണ് അല്ലെങ്കിൽ ഏത് പൊസിഷനിലാണ് ആൾക്ക് നന്നായി നിൽക്കുന്ന അത് നോക്കിയിട്ട് അതിൻ്റെ രത്നങ്ങളിലേക്ക് പോകുക എന്നല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മേടലഗ്നം വ്യാഴത്തിൻ്റെ സ്റ്റോണിൻ്റെ കാര്യം പറഞ്ഞു. വ്യാഴം നമുക്ക് അവിടെ റോങ് പൊസിഷനാണ്. ഇപ്പം മേടലഗ്നക്കാരൻ്റെ 6th ഹൗസ് എന്ന് പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങത്ത് നിന്നാൽ നമുക്കത് കന്നിയാണ്. കൊള്ളില്ല, കൊടുക്കാതിരിക്കുക നല്ലത്. 7th ഹൗസും കൊടുക്കാതെ 7th ഹൗസ് നിൽക്കുന്ന ഒരു ഗ്രഹങ്ങളുടെയും കല്ല് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ അതുപോലുള്ള ലഗ്നാധിപനായിരിക്കണം. അത് 7th ഹൗസിൽ പോയി ആ പ്ലാനറ്റ് പോയി നിൽക്കുന്നു. അതിൻ്റെ ദശാകാലമൊക്കെ വരുമ്പോൾ നമ്മൾ ചെറിയ സെമി പ്രീഷ്യസ് സ്റ്റോണ് അല്ലെങ്കിൽ ചെറിയ ക്യാരറ്റേജ് കൊടുത്ത് വേണമെങ്കിൽ അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട്. അതാണ് ഞാൻ പറയും, ഒന്നും കൊടുക്കാമെന്നും ഒന്നും ഒട്ടും കൊടുക്കാൻ പാടില്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ജനറലായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല പറയുന്നത്. ഇപ്പോൾ യെല്ലോ സഫയറും എമറാൾഡും ഒരുമിച്ച് ധരിക്കാൻ പാടില്ലാത്ത കല്ലുകളാണ്. പക്ഷെ ഞാനൊരു കുറേ അധികം കേസുകൾക്ക് ഞാനത് കൊടുത്തിട്ടുണ്ട്. അത് ഫലത്തിൽ വന്നിട്ടുണ്ട്. അത് ആ പൊസിഷൻ, ആ ചാർട്ടിൻ്റെ പൊസിഷൻ. അതായത് ഓരോ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരുടെ ചാർട്ട് എങ്ങനെയാണോ അതിനെ ബേസ് ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നമുക്ക് ധരിക്കാവുള്ളൂ. അല്ല കോമൺ ആയിട്ട് ഇത് ഭാഗ്യാധിപൻ, മേടലഗ്നം ഭാഗ്യാധിപൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനം ധനു, അതിൻ്റെ അധിപൻ വ്യാഴം, യെല്ലോ സഫയർ കൊടുക്കാൻ പാടില്ല. ഭാഗ്യാധിപൻ എവിടെ പോയി നിൽക്കുന്നു, 6th ഹൗസിലാണ് പോയി നിൽക്കുന്നതെങ്കിൽ ആൾക്കാർക്ക് ഭാഗ്യക്കുറവാണുള്ളത്. അത് 6th ഹൗസിൽ നിൽക്കുന്നതുകൊണ്ട് കല്ല് കൊടുക്കരുത്. ഇതാണ് പ്രിൻസിപ്പിൾ, ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ്. ബിസിനസ് സീക്രട്ടാണിത്. അതാണ് നമ്മൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മേടലഗ്നമാണ്, അതുകൊണ്ട് മേടലഗ്നക്കാരനായത് ഞാൻ ഒരു യെല്ലോ സഫയർ ധരിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഒരു കൃത്യമായിട്ടുള്ള കാര്യമല്ല. അത് കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് നമ്മളത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ പറയുന്ന ഒരു യെല്ലോ സഫയറിൻ്റെ ഉപയോഗത്തിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഒരു രത്നച്ചുരുക്കം. എനിക്ക് തോന്നുന്നു കൂടുതൽ വിവരങ്ങളായിട്ട് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. നമ്മൾ മേടലഗ്നക്കാർക്ക് ഈ പറയുന്ന യെല്ലോ സഫയറിൻ്റെ ഒരു ഉപയോഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തു വന്നത്. അത് അവർക്ക് അനുയോജ്യമാണോ എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം ശേഷം മാത്രം. അപ്പോൾ അനുയോജ്യമാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന യെല്ലോ സഫയറിൻ്റെ ഒരു ഉപയോഗത്തിലേക്ക് പോവുക. അത് എപ്പോഴും ആൾക്കൊരു എന്താണ് ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഒക്കെ തരുന്ന ഒരു രീതിയിലേക്ക് അത് വരും. ഇപ്പോൾ യെല്ലോ സഫയർ നമ്മൾ ഈ രത്നത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും ഇതിൻ്റെ ഒരു സംശയങ്ങളോ ഒരു കൺഫ്യൂഷനോ തീരാത്ത ഒരു രത്നമാണ് യെല്ലോ സഫയർ അല്ലേ? മഞ്ഞപ്പുഷിരാകും. ആ പേരിൽ തന്നെ ഈ പറയുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു മഞ്ഞ കളറാണ്. ഇപ്പോൾ കണ്ടമാനം മാർക്കറ്റിൽ അത് കണ്ടമാനം ഈ ബെറിലിയം ട്രീറ്റഡ് ആയിട്ടുള്ള കല്ലുകൾ കണ്ടമാനം മാർക്കറ്റ് വന്നു. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതായിപ്പോയി. അതായിപ്പോയി. ഇത് ഞാനൊരു ഒരു കാര്യം ഓർക്കണം. ഒരു പ്രേക്ഷകനല്ല, നമ്മുടെ ഒരു കസ്റ്റമർ തന്നെ നമ്മളെ അപ്രോച്ച് ചെയ്ത കാര്യമാണ്. ആള് വാങ്ങിയിരിക്കുന്നത് ഒരു യെല്ലോ സഫയറാണ്. പക്ഷേ അതിനകത്ത് വലിയ യെല്ലോ കളറില്ല, വളരെ പെയിലായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ ഈ രത്നത്തിൽ. അപ്പോൾ ആള് ഈ യെല്ലോ സഫയർ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് പലരും ഇയാളെ ചോദിച്ചത് ഇത് യെല്ലോ സഫയർ ആണോ ഇങ്ങനെ ചോദിച്ച് ഇയാൾക്കൊരു മാനസികമായിട്ടൊരു വിഷമം വന്നു. ഈ വ്യക്തി ഇത് യെല്ലോ സഫയർ ആണോ എന്നറിയാനായിട്ട് വന്ന് നമ്മളത് ടെസ്റ്റ് ചെയ്ത ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അപ്പം ആള് നമ്മളത് ടെസ്റ്റ് ചെയ്തപ്പം യെല്ലോ സഫയർ ആണെന്ന് പറഞ്ഞ് നമ്മുടെ ഇതിൽ കറക്റ്റായിട്ട് കാണിച്ചു. അത് വന്നപ്പോൾ ആളുടെ മുഖത്ത് വന്നു റിലീഫായിരുന്നു. കാരണം പലരും പറഞ്ഞു ഇതിന് യെല്ലോ കളർ ഇല്ല, ഇത് യെല്ലോ സഫയർ അല്ല എന്ന് പറഞ്ഞിട്ട് മാനസികമായിട്ട് തകർന്നാണ് ഈ ആള് വന്നത്. പക്ഷെ നമ്മളത് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് യെല്ലോ സഫയർ എന്നതിലേക്ക് വന്നത്. നമ്മളെല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടെ കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് രത്നങ്ങളുടെ ഒരുപാട് രത്നങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പലർക്കും അറിവും കുറവാണ്.
രക്തം വാങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇത് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിത് കൃത്യമായിട്ട് അറിയാം, ഇത് നല്ല രക്തമാണോ, ഇത് ഹീറ്റ് ചെയ്തിട്ടുള്ളതാണോ, ഗ്ലാസ് ട്രീറ്റ്മെൻ്റ് ആണോ, ഫ്ലക്സ് ട്രീറ്റ്മെൻ്റ് ആണോ, ലാബ് ഗ്രോൺ ആണോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളിത് പഠിക്കുന്നത് കൊണ്ട് ഈ സബ്ജക്റ്റിൽ, വേറെ സബ്ജക്റ്റ് വെച്ച് നമുക്ക് അറിയില്ലായിരിക്കും, ഈ സബ്ജക്റ്റ് നമുക്ക് കുറേശ്ശെ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോകളൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ കടുംമഞ്ഞ നിറത്തിലുള്ള കലയിലേക്ക് പോകരുത്, അത് എലോസഫെയർ അല്ല, സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. കാരണം എലോസഫെയറിൻ്റെ തന്നെ മൈൻ ചെയ്തെടുക്കുന്ന ദളം ഇതിനകത്ത് കളർ കയറ്റുന്നത് കൊണ്ട് ലാബുകാർ കല്ലിൻ്റെ ഹാർഡ്നെസ് വൺ ഓഫ് ദി ഫാക്ടർ ആയതുകൊണ്ട് ഹാർഡ്നെസ് കറക്റ്റ് എലോസഫെയറിൻ്റെ നിൽക്കുന്നത് കൊണ്ടും അവർ ചെയ്യും. പക്ഷേ നല്ല ലാബുകാർ അതിനടിയിൽ എഴുതിയിരിക്കും കളർ എൻഹാൻസ്ഡ് അല്ലെ തെർമൽ ട്രീറ്റഡ് എന്ന് അതിനടിയിൽ എഴുതും. അത് സാധാരണ ആൾക്കാർ വായിക്കാറില്ല. അവർ നോക്കുമ്പോൾ നാച്ചുറൽ എലോസഫെയർ എന്ന് കാണും, അതുകൊണ്ട് തീരും. അങ്ങനെയല്ല, നമ്മൾ സർട്ടിഫിക്കറ്റ് എടുത്താൽ അതിൻ്റെ A to Z വായിച്ച് അതിനടിവശം എഴുതിയിരിക്കുന്ന കൺക്ലൂഷൻ കൂടെ വായിച്ച് നോക്കണം. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന കളർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലെക്സോ അല്ലെങ്കിൽ ബെർലിയം അങ്ങനെയുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ നമ്മൾ വായിച്ച് നോക്കണം. നമ്മുടെയൊക്കെ സ്റ്റോണിൻ്റെ നമ്മൾ സർട്ടിഫിക്കറ്റ് നാച്ചുറൽ സ്റ്റോൺ എന്ന് തന്നെ കാണുവിനകത്ത്, നാച്ചുറൽ എന്ന് കാണുവിനകത്ത്. മറ്റേത് കളർ എൻഹാൻസ്ഡ്, തെർമൽ എൻഹാൻസ്ഡ് എന്ന് പറഞ്ഞ് കാണും. ഗ്ലാസ് ഫില്ലിങ്, ഫ്രാക്ചർ ഫില്ലിങ് ഒക്കെ കാണും. നമ്മളത് നോട്ടീസ് ചെയ്യാതെ പോകരുത്. അപ്പോൾ ഇളം മഞ്ഞ നിറത്തിലുള്ളതാണ് നിൽക്കുന്നത്. ഇതിനല്ലാതെ വലിയൊരു വളരെ റെയറായിട്ട് കിട്ടുന്ന യെല്ലോ ഉണ്ട്. പക്ഷേ മാർക്കറ്റിലോട്ട് ഞാൻ എൻ്റെ കടയിലൊന്നും വന്നിട്ടേ ഇല്ലത്. നല്ല യെല്ലോ കളറിൽ വരില്ല. അതൊരു കാൻഡറി യെല്ലോ പോലത്തെ ഒരു യെല്ലോ ഷെയ്ഡുണ്ട്. എവിടെയോ അത് ഉണ്ട്, അത് വന്നു തുടങ്ങിയിട്ടില്ല. അത് അതൊക്കെ അതുപോലുള്ള വളരെ റെയറായിട്ടുള്ള. അപ്പോൾ ഈ യെല്ലോ സഫയറിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന മഞ്ഞ പുഷ്യരാഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ടുള്ളൊരു മഞ്ഞ കളറാണെന്നുള്ള ഒരു ധാരണ കോമൺ ആയിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. നല്ല യെലോയിഷ് ആണ് അതിൻ്റെ ഐഡന്റിറ്റി. അതിലുള്ള യെലോയിഷ് ആണ്. അതിൻ്റെ ഇൻക്ലൂഷൻസും ഈ പറയുന്ന പെയിലായിട്ടുള്ള ഇളം മഞ്ഞ നിറവും. കഴിഞ്ഞ ദിവസം ഷോപ്പിൽ എവിടുന്നോ ഒരു എലോസഫെയർ വാങ്ങി ഒരു പയ്യൻ കൊണ്ടുവന്നായിരുന്നു. അവൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് നോക്കിയ ഒരു 6-7 ക്യാരറ്റ് ഉണ്ട്. നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എലോസഫെയർ. പുള്ളിയുടെ ഒരു ആഗ്രഹപ്രകാരം നമ്മൾ ടെസ്റ്റ് ചെയ്തു. കറക്റ്റ് എലോസഫെയർ ആണ്, നാച്ചുറൽ കളറാണ്. അതെ അതെ ആണ്. അപ്പോൾ ആ ഒരു രത്നങ്ങളുടെ ആ ഒരു കളറ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിളക്കം കണ്ടിട്ട് നമുക്കതിനെ ഒന്ന് വിലയിരുത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളത് നല്ല കല്ലുകളാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിൻ്റെ ഉപയോഗത്തിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിലും മേഡം ലഗ്നക്കാർക്ക് എലോസഫെയറിൻ്റെ ഉപയോഗമോ അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം അനുയോജ്യമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ധാരാളം വിവരങ്ങളും വിശേഷങ്ങളും ഉണ്ടായിരുന്നു. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായിട്ട് ഇനിയുള്ള എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമസ്കാരം.